നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മുതിരയാക്കിയാലോ? അതിനാ മുതിര തന്നെ ആക്കിയേക്കാം. അതെല്ലാം എടുത്തു വെച്ചിട്ടല്ലേ? ഉണ്ട്. പിന്നെ നമുക്ക് രാവിലെ മുതിര അങ്ങ് പുഴുങ്ങിയെടുക്കാം അല്ലേ? ഇപ്പം മുതിരയെല്ലാം അതിനകത്തോട്ട് ഇട്ടു അല്ലേ? ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്. ഇതിപ്പം നമ്മൾ മുതിര തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ട് നമ്മൾ സാധാരണ ഈ പയറൊക്കെ വേവിക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ച് എടുത്ത് കുക്കറിലോട്ട് വെച്ചിരിക്കുക. ഇനി ഒരു 2-3 പ്രാവശ്യം സ്റ്റീം വരണമായിരിക്കും അല്ലേ? 4 പ്രാവശ്യമെങ്കിലും അടിക്കും. നന്നായിട്ട് വേകട്ടെ. ഓക്കെ, ആയിരിക്കട്ടെ. വെന്തിട്ടുണ്ട് നല്ലതായിട്ട്. ഇനി നമുക്കിത് നമ്മൾ സാധാരണ പയറൊക്കെ എടുക്കുന്നതാണ്. അതെ, നമുക്കിത് നമ്മൾ മുതിര ചേർക്കാൻ വേണ്ടി ശർക്കര, കുറച്ച് നല്ല ശർക്കര പൊടിച്ചതുണ്ടായാലും സൗകര്യമാണ്. അതായത് നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ തേങ്ങ തന്നെ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി മറ്റേ ഏലക്കായും കൂടെ ഇട്ടേക്കാം. ഒരു തേങ്ങയിൽ നമ്മൾ കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഈ ശർക്കരയും അതിൻ്റെ അകത്തോട്ട് ചേർത്തല്ലേ? നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് സ്വല്പം ഉപ്പും കൂടെ, അതെല്ലാം മറ്റേ തേങ്ങയും ശർക്കരയും എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിൽ അത് അവിടെ നിന്ന് വേവാൻ എടുക്കാൻ. നമ്മുടെ മുതിര റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുതിരയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ശർക്കരയും ഇതെല്ലാം നമ്മൾ ചേർത്തതാണ്. ഈ ഏലക്കയൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പണ്ട് ഉള്ള ആൾക്കാരൊക്കെ അവരൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ് ഈ മുതിരയൊക്കെയാണ് പണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാരൊന്നും അങ്ങനെ മുതിരയും അങ്ങനെയുള്ളതൊന്നും കഴിക്കാറേ ഇല്ല. സംഭവം റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് ഈ വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഒത്തിരി കുറയുന്നല്ല പറയുന്നത് മുതിര കഴിച്ച് കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ഷുഗർ ഉള്ളവര് ശർക്കര ഒന്നും ചേർക്കണ്ട, അതിനകത്ത് തേങ്ങ മാത്രം ചേർത്താൽ മതി. ശർക്കര അങ്ങനെയുള്ളതൊന്നും ചേർക്കണ്ട കേട്ടോ. ഇത് വളരെ രുചികരമായ ഒരു ഭക്ഷണം തന്നെയാണ് സംഭവം അല്ലേ? നമ്മൾ മിക്കവാറും ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നോക്ക്.